ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൾഡ് കോഫിയാണ്. ഓക്കെ, കോൾഡ് കോഫിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അതിന് മുമ്പേ ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ചാനലൊക്കെ. ഓക്കെ, അപ്പോൾ യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ ഫുൾ വീഡിയോ ആദ്യം വരും, പിന്നീട് ഇൻസ്റ്റയിലൊക്കെ ഫുൾ വീഡിയോ വരത്തുള്ളൂ. അപ്പോൾ കാണുന്നത് ആദ്യം സബ്സ്ക്രൈബ്, നിങ്ങൾ ഏതിലാണ് ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് യൂട്യൂബിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഓക്കെ, ഫോളോ ചെയ്തെല്ലാം വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്നാലേ അടുത്തടുത്ത് വരുന്ന വീഡിയോകൾ മൂന്നിനും ഡിഫറൻസ് വീഡിയോ ആയിരിക്കും വരുന്നത്. എല്ലാത്തിലും ഒരേ വീഡിയോ ആയിരിക്കില്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് മൂന്നും ഫോളോ ചെയ്ത് വെക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഐസ് കട്ട ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയാവും. ചെറിയ പീസുകൾ പോലുള്ള ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പകുതിയും പോയി. ഓക്കെ, ഇത്ര ഐസ് കട്ട ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതിലോട്ട് ബ്രൂ ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കൂടുതലിടുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര, ഒരു 3 സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ജാറിലൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം സംഭവം ഇതിനെ. അതാണ് ഇതിൻ്റെ ഒരു രീതി. ഇതുപോലെ വിട്ട് അടിച്ചെടുക്കുക. ഒറ്റ ഇതായിട്ട് അടിക്കരുത്, ചിലപ്പോൾ കംപ്ലൈൻ്റ് ആവും. തുറന്ന് നോക്കട്ടെ എന്തായെന്ന്. കുറച്ച് ഇതായിട്ടുണ്ട് കണ്ടോ, ക്രീം പോലെ. എന്നാലും കുറച്ചുകൂടെ ആ കട്ടയൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടണം നമുക്ക്. സൈഡിലുള്ളതിനൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ട്, സൈഡിലുള്ളതെല്ലാം നന്നായിട്ടൊന്ന് ഇളച്ചിട്ടിട്ട് ഒന്നുകൂടെ ഈ കട്ടയൊക്കെ നമുക്ക് അലിഞ്ഞ് കിട്ടണം. ഇത് സാധനം നല്ല അടിച്ച് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അത് കുറേ നേരം വെച്ച് ഓട്ടിക്കണം, എന്നാലേ ഇങ്ങനെ പതഞ്ഞ് കിട്ടത്തുള്ളൂ. നമുക്കിത് 2 ജഗ്ഗിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ 2 ഗ്ലാസ്സിലോട്ടും ഇതിനെ ഒഴിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് ചെറിയ ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒഴിച്ച് അത് തന്നെ ഏതാണ്ട് 3/4 ഭാഗമായി. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി വിടാം. ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് പാല്, നല്ല തണുത്ത പാലാണ് ഇതിലോട്ട് ഇനി ചേർക്കേണ്ടത്. അപ്പോൾ നല്ല തണുത്ത പാലാണിത്. ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പാലത്തിൻ്റെ കളർ കണ്ടില്ലേ, നല്ല കിടിലൻ കളർ. നമുക്കിനി ഇതിനെ ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ടൈം ഞാനായിട്ട് തന്നെ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ കുടിച്ച് നോക്കാം. ഓക്കെ, അന്യ ടേസ്റ്റ്, സെറ്റ്, സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ സാധനം. ആഹാ, സൂപ്പർ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കാം. സൂപ്പർ സാധനം, സൂപ്പർ സാധനം. ഇതൊരു പയ്യൻ പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ വിചാരിച്ച് ഇങ്ങനെ കുടിക്കാൻ കൊള്ളാമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, പക്ഷേ സൂപ്പർ സാധനം കുടിക്കാനായിട്ട്. ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റും, സൂപ്പർ സാധനം. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫോളോ ചെയ്ത് വയ്ക്കുക. ഓക്കെ, യൂട്യൂബിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഫോളോ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിജു. ഗുഡ് ബൈ.